മാരേജിന് പോകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടികൾക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. നല്ല ഡ്രസ്സ്, നല്ല സ്റ്റൈലിലായിരിക്കണം. അതുപോലെ തന്നെ തലമുടിയൊക്കെ വെട്ടി ഒതുക്കി ഷേവ് ചെയ്ത്, പറ്റുമെങ്കിൽ ഗോൾഡൻ ഫേഷ്യൽ അടക്കം. ഇപ്പോൾ ഇന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞു ഗ്ലാമർ എങ്ങനെ കൂട്ടാമെന്ന്. അതുപോലെ തന്നെ ഗ്ലാമർ മാക്സിമം കൂട്ടിയിട്ടാണ് ഓരോരുത്തരും ഈ ഇതിനൊക്കെ പോവാറുള്ളത്. ഇനി പോകുന്നതിന് മുമ്പേ ഒന്ന് കണ്ണാടിയിൽ നോക്കി ഭാര്യയോടാണെങ്കിൽ അല്ല എങ്ങനെയുണ്ട് നമ്മളെ എന്താണ് പ്രസന്റബിൾ ആണോ, അതുപോലെ തന്നെ ഭാര്യ ഒന്ന് സാരി ശരിയാണോ, ചുരിദാർ ശരിയാണോ, അല്ലെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിച്ച് ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാറുള്ളത്. ഒരു സംശയം തോന്നാം ഞാൻ എന്താണ് ഏത് സബ്ജക്റ്റാണ് പറയുന്നതെന്നുള്ളത് ഇത് തന്നെയാണ്. അതായത് താങ്കളുടെ ഇപ്പോഴത്തെ ഡ്രസ് സ്റ്റൈൽ താങ്കൾ തന്നെ അതിൽ തൃപ്തനാണോ? അത് തന്നെയാണ് ചോദ്യം. ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഓർ പ്രൊജക്റ്റ് അവർസെൽഫ്? നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ 15 പ്രാവശ്യം ആലോചിക്കുക അത് വേണോ വേണ്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ വീണ്ടും നമുക്കതിനോട് ഒരു താല്പര്യം വേണം, ഒരു ഇഷ്ടം വേണം, കൗതുകം വേണം, അല്ലെങ്കിൽ നാം വാങ്ങില്ലല്ലോ. അതുപോലെ വേണ്ടാത്ത ഇഷ്ടമില്ലാത്ത സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടും കാര്യമില്ല. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ വാച്ച് തന്നു. ഞാനൊരു 30 കൊല്ലമായിട്ട് വാച്ച് കെട്ടാറില്ല. എന്താ വെച്ചാൽ നാട് മുഴുവൻ വാച്ചാണുള്ളത്. മൊബൈല്, ഇനിയിപ്പം വണ്ടിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തുള്ള വാച്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതും കൂടി കെട്ടി തൂക്കി നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ പിന്നെ അത് വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇഷ്ടപ്പെടാത്തവരെ, അറഗൻ്റ് ആയിട്ടുള്ളവരെ, വെൽ ബിഹേവ്ഡ് അല്ലാത്തവരെ നമ്മളാരും പരിഗണിക്കാറില്ല. അഥവാ ഒന്ന് പരിഗണിച്ചിട്ട് പെട്ടെന്ന് മുങ്ങും അവരുടെ അടുത്ത് നിന്ന്. അതല്ലേ സത്യം? നമ്മൾ അവരെ എങ്ങനെയാ ഒഴിവാക്കുക? ഇന്നസെൻ്റ് ഏതൊരു ഫിലിമിൽ എന്ന് ആരും വിളിക്കാതെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്ന മാതിരി. അതുപോലെയാണ് നമ്മൾ കഴിയുന്നതും പെട്ടെന്ന് അവരെ മുന്നിൽ നിന്ന് ഒഴിവാകാറുണ്ട്. ഇതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങളെ മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ, സ്നേഹമാണോ? ഇല്ലെങ്കിൽ എന്താണ് കാരണം? കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥലം ഞാൻ പറയുന്നില്ല, പല സ്ഥലങ്ങളുണ്ട്. അപ്പം ഡ്രസ്സ്, ഷൂ, അല്ലെങ്കിൽ സ്പെക്സ്, വെഹിക്കിള്, സ്റ്റൈല്, പെർഫ്യൂം എന്നിവ എല്ലാം ബ്രാൻഡഡ് ആണോ, വിലപിടിപ്പുള്ളതാണോ? ബ്രാൻഡഡ് ആയാൽ മാത്രം പോരാ, വിലപിടിപ്പ് വേണം. പൊങ്ങച്ചത്തിന് പണം വേണ്ടതിലധികം ഉണ്ടോ? മക്കളൊക്കെ മിനിമം യൂറോപ്പിലെങ്കിലും ആണോ? അല്ലെങ്കിൽ ആ ഭാഗത്ത് എതിർവശത്ത് നിന്ന് ചിരി അല്ലെങ്കിൽ ഷെയ്ക്കൻഡ് പോയിട്ട് ഒന്ന് മൈൻഡ് ചെയ്യുക പോലും ചെയ്യില്ല. അനുഭവം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിട്ട് മുണ്ടും ഒരു ഇതൊക്കെ എടുത്തിട്ട് പോയത് ചിലപ്പോൾ ദേ വോണ്ട് ഈവൻ മൈൻഡ്. മുണ്ട് ഉടുക്കാം, നമ്മൾ രാഷ്ട്രീയക്കാരെ കൊടുക്കുന്ന ജാതിയുള്ള മുണ്ടും ഷർട്ട് കൊടുക്കണം. അല്ലാതെ സാധാരണ ഒരു ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ദേ വോണ്ട് മൈൻഡ് ഈവൻ. പിന്നെ പണ്ടൊക്കെ മരിച്ചാലും നമ്മൾ പറയും മരിച്ചാലും കിടക്കും നീ ഇത്ര ദിവസം എന്ന് ഒരു ശാപമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഒരു അഭിമാനത്തിൻ്റെ കൂടി ചിഹ്നമാണോ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നാറുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മളെ കുട്ടികളെല്ലാം പുറത്താണ്. അപ്പനും അമ്മയും തട്ടിപ്പോയാൽ മിനിമം ഒരു 3-4 ദിവസമെങ്കിലും ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മരണം എന്നുള്ളതാണ് മാക്സിമം. അതായത് ഒരു സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു തോന്നിച്ചുകൂടുണ്ട്. അപ്പോഴും നമ്മൾ പ്രസൻറ്റിങ് യുവർ സെൽഫ് എന്നത് മറ്റൊരു സ്റ്റൈലിലേക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ഫ്രീസറിൽ വെച്ചത് കടത്തിയത് ശരിയാണോ, അല്ലെങ്കിൽ അയാളുടെ പഴയ ഡ്രസ്സ് ഇട്ടത് പുതിയ ഡ്രസ്സ്, അല്ലെങ്കിൽ ഇതൊക്കെ ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ് വിച്ച് വി ഷുഡ് ആസ്ക് അവർ സെൽഫ്. ലൈഫ് ഈസ് എ ഡ്രാമ, ഇതെല്ലാവരും പറയുന്നതാണ്. വി ഓൾ ആർ പ്ലെയേഴ്സ്. ജീവിതം തന്നെ ഒരു നാടകമാണ്. ഓരോ നിമിഷവും നമ്മൾ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ഡ്രാമയാണ്. എന്നാലോ നമ്മൾ അതിൽ ഒരു ആക്ടറാണ് താൻ. നമ്മൾക്കറിയാത്ത റോളിൽ നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഏത് റോളായി ഇനി വരാൻ പോകുന്നതും അറിയുന്നില്ല. ആ തരത്തിലുള്ള ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ്. ജീവിതത്തിൽ ഓരോ എക്സ്പീരിയൻസും അനുഭവങ്ങളും ഈ ഡ്രാമയായി തന്നെ കണക്കാക്കാൻ പറ്റും. ദൈവം അതിൻ്റെ ഈ നാടകത്തിൻ്റെ ഒരു ഡയറക്ടറും കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ അടുത്തത് ഭഗവാൻ അറിയാം, പക്ഷെ നമുക്കറിയുന്നില്ല. നമ്മൾ അനുഭവിച്ചേ അറിയുള്ളൂ. പിന്നെ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡു വി ലൈക്ക്?
നമ്മൾ ഏത് തരത്തിലുള്ള ജനങ്ങളെയാണ് നമുക്കിഷ്ടം എന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ കണ്ണാടി നോക്കിയാൽ മതി നമ്മൾ എങ്ങനെ മാറണം എന്നുള്ളത്. വെരി ഈസി. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയാണ് നാം ഇഷ്ടപ്പെടുക. ഇവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ഒരു പോസിറ്റീവ് ആംബിയൻസ് ഓർ വൈബ്. ഇപ്പോൾ വൈബ് ഇല്ലാത്ത ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും വൈബ് ഉപയോഗിക്കും. പണ്ട് വൈബ് നമുക്ക് അറിയുന്നില്ല എന്താ വൈബ് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ വൈബ് കണ്ടമാനം ഉപയോഗിക്കുന്നതുകൊണ്ട് സന്തോഷം ഉണ്ടാക്കാൻ അവിടെ സാധിച്ചാൽ നമ്മളാവും അവിടുത്തെ താരം. നല്ല പെർഫോമേഴ്സ് ആവണം, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാവണം, സന്തോഷവാനായി നല്ല പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്നവരാകണം, പ്ലസന്റ് ആയിരിക്കണം. ഞാൻ ഈയിടെ ജാർഖണ്ഡിൽ എൻ്റെ ഒരു നെവ്യൂവിൻ്റെ മാരേജിന് പോയി. പഠിക്കാൻ കണ്ടമാനുണ്ട് അവിടെ. ജാർഖണ്ഡിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. യാതൊരു മസിലും ഇല്ല, ഫുൾ എൻജോയ്മെന്റ്. അവിടുത്തെ മാരേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാരാത്ത്, സംഗീത്, ഹൽദി, മെഹന്തി, പിന്നെ ജൽദി എന്ന് വേണ്ട എല്ലാ മാരേജ് ഒരു ഉത്സവമാണ്. നമ്മളത് മനസ്സിലായി. നമ്മൾ ഇവിടെ എങ്ങനെയാ മാരേജ് എന്ന് പറഞ്ഞാൽ അവിടെ കുതിരപ്പുറത്താണ് വരൻ വരുന്നത്. അതുപോലെ എല്ലാവരും ഡാൻസ് കളിച്ച് പാട്ടും പാടിയിട്ട് വരികയാണ്. ഏത് ടൈപ്പ് ആൾക്കാരുടെ മാരേജ് ആണെങ്കിലും ഒരു ടെൻഷനും ഇല്ല. ഇവിടെ എന്താ, ഈ വധുവിൻ്റെ അച്ഛൻ അമ്മ ഭയങ്കര ടെൻഷനിലായിരിക്കും. ഈ ഗോൾഡ് മുഴുവൻ എവിടെ വെക്കും എന്നുള്ള ബേജാറില്ല. അത് ലോക്കറിൽ നിന്ന് എടുത്ത് വീട്ടിൽ വെച്ചോ, വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഇതിൻ്റെ ബേജാറ്. വരൻ്റെ അച്ഛനോ ഈ ടെൻഷൻ വേറെ. അയാൾക്ക് ഇതെല്ലാം കൂടി നടക്കണ്ടേ എന്നുള്ളത്. അതേപോലെ ക്യാഷ് ബാഗുമായിട്ട് ഓടി നടക്കുക വധുവിൻ്റെ അച്ഛൻ. ഇത് ഓരോ സമയത്തും ചെലവ് വേണ്ടേ, ഇത് ചെയ്യണ്ടേ എന്നുള്ളത്. അവിടെ ഒരു സാധനമില്ല. എല്ലാവരും ഡാൻസ്, പാട്ട്, അടിപൊളി ഫുഡ്, ഹാപ്പി മൂഡ്. അവർക്ക് 4 ദിവസം കണ്ട മാരേജ്. നമ്മൾ 4 ദിവസം അവിടെ 5 ദിവസം സ്പെൻഡ് ചെയ്തു. ലൈഫ് ഗംഭീര മൈൻഡ് പ്ലസ് ആയിരുന്നു അവിടെ. അടിപൊളി. അപ്പം നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ സഹായ മനസ്കത നമുക്കുണ്ടാവണം. ആവശ്യവും അർഹതയുമുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് നമുക്ക് ഉണ്ടാവണം. ഒരു കൈത്താങ്ങായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ എപ്പോഴും മസിലും പിടിച്ച് നടക്കൽ ഒഴിവാക്കുക. കൂളായി റിലാക്സ്ഡായി തമാശയൊക്കെ പറഞ്ഞ് ക്യാരക്ടർ ആ ടൈപ്പുള്ളൊരു ക്യാരക്ടർ ആവാൻ ശ്രമിക്കുക. വാക്കിനും അതുപോലെ തന്നെ ഒന്ന് വില ഉണ്ടായാൽ നല്ലതാണ്, നമുക്കും വില ഉണ്ടാവും. എന്നാൽ നമ്മൾ എവിടെ എത്തുന്നുവോ അവിടെ നല്ല ഒരു സ്വീകാര്യത നമുക്ക് ഉണ്ടാവാറുണ്ട്. നമുക്കുണ്ടാവും ഈ തരത്തിലുള്ള പെരുമാറ്റമാണെങ്കിൽ. നമുക്ക് ചുറ്റും ചിരിക്കുന്ന മുഖങ്ങളും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന മനസ്സുകളും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളും ആണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ 2 ഫിലിം ഫീൽഡിൽ ഇന്നസെന്റും തിലകനും ഉണ്ടായിരുന്നു. രണ്ടാളും തമാശയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇന്നസെന്റ് എവിടെ പോകുന്നോ അവിടെ ചിരിപ്പിച്ച് കിടത്തിയിട്ടേ അദ്ദേഹം വരുള്ളൂ. അത്രയധികം തമാശയും ജീവിതത്തിൽ തന്നെ അയാൾക്ക് ക്യാൻസർ ഉണ്ടായിട്ട് പോലും അത് തമാശയായിട്ടാണ് അദ്ദേഹം കണ്ടത്. ആ തരത്തിൽ ജീവിതത്തെ ഫേസ് ചെയ്യുന്ന അധികം ആൾക്കാരുണ്ടാവില്ല. എന്നാൽ തിലകൻ വളരെ സീരിയസ് ആണ്, വളരെ സീരിയസ് പേഴ്സൺ. അപ്പൊ തിലകൻ മോശം എന്നല്ല, അദ്ദേഹത്തിന്റെ നേച്ചർ എങ്ങനെയാണ്. അതുപോലെ ഇന്നസെന്റ് എവിടെ എത്തുന്നുവോ അദ്ദേഹത്തിനോടൊപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ചിരിച്ചുകൊണ്ട് കാണുന്നതാണ്. തമാശകളുടെ പൊടിപൂരം. അപ്പൊ നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡു വി ലൈക്ക് എന്നുള്ള ക്വസ്റ്റ്യന് ഈ തരത്തിലുള്ള ആളാവാൻ നമ്മൾ കുറച്ചൊരു ജോവിയലാവുക, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, പ്ലസന്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പെർഫോമൻസ്, ഇത് ആയിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കേട്ടോ, ഇത് ചെയ്യാൻ അത്ര എളുപ്പമല്ല. എങ്കിലും വാട്ട് എവർ വി ഗീവ് ഇറ്റ് വിൽ ബൂമറാങ്. എല്ലാ നമ്മളെ സെഷനിലുള്ളതാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ തിരിച്ച് നമുക്കത് കിട്ടിയിരിക്കും, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. അത് നമ്മൾ ഏത് വിധത്തിൽ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള വിതച്ചാൽ കൊയ്യാം. നല്ല പ്രയോറിറ്റി വരുന്ന ആൾക്ക് കൊടുക്കുക, അതേപോലെ റെസ്പെക്റ്റ് കൊടുക്കുക, ലവ് ആൻഡ് എഫെക്ഷൻ ടു ഓൾ. ഇതൊക്കെ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്വീകാര്യത, ആക്സെപ്റ്റൻസ് എല്ലാവർക്കും, ഈ പറഞ്ഞ നമ്മളുടെ മൈൻഡ് പ്ലസിലുള്ള ആൾക്കാർ പലരും ഉണ്ട് അതിൽ, വളരെ നന്നായിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫ് ഇനീഷ്യേറ്റീവ്. ഏത് കാര്യവും ചെയ്യാൻ പരസഹായം ഇല്ലാതെ, അച്ഛനോ അമ്മയോ അല്ലെ സഹോദരങ്ങളുടെയോ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥ ഒരിക്കലും പാടില്ല.
ഓരോ കാര്യവും സ്വയം ഉത്സാഹത്തോടെ ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവർ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുക, ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാളൂടി വന്നിട്ട് ഇയാൾ എടുക്കുക എന്ന് കാത്തിരുന്നിട്ട് എന്ത് കാര്യം അയാൾ തട്ടിപ്പോവും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വി ഹാവ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ആക്ഷൻ. അപ്പം വി ഹാവ് ടു എക്യുപ്പ് അവർ സെൽഫ്. സ്വന്തം കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ വേറൊരാൾ നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കൂല. എന്താ വെച്ചാൽ ഇയാളെ കാര്യം തന്നെ ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്ത പിന്നെ വേറൊരാൾ ചെയ്യില്ലല്ലോ. അപ്പം ഓരോ കാര്യവും സ്വന്തം നമുക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ക്വാളിറ്റീസ് ആണ്. നമ്മളിപ്പം ഒരു ഓഫീസിൽ ഇരിക്കുകയാണ്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഓടി വരികയാണ്. ഇപ്പം വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. ഊഷ്ണിച്ചൊലിച്ചൊരു ചങ്ങാതി വന്നിട്ട് നേരെ ഷെയ്ക്കൻഡിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഇതിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇയാളെ ഈ കംപ്ലീറ്റ് ഉഷ്ണിച്ചിട്ട് ഷെയ്ക്കൻഡ് ഇട്ട് കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പം ആ ടൈപ്പ് വെൽ ഡ്രസ്ഡ്, വെൽ ബിഹേവ്ഡ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല പ്ലസൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാർ ആണെങ്കിൽ, ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാത്തിനും തിരക്കില്ല ഇയാൾ എന്നുള്ളൊരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റിയാൽ ആൾക്കാരിൽ നിന്നും നല്ല പെരുമാറ്റവും ഒക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ പോസിറ്റീവ് സെൽഫ് ഇമേജ്, ഈവൻ കാറ്റ് തിങ്സ് ഇറ്റ്സ് എ ലയൺ. അതാണ്, നമ്മളൊരു ഈച്ചയാണെങ്കിലും നമ്മൾ ഭയങ്കര പരുന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ആ ഒരു സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ ഇതൊക്കെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനല്ല, നമ്മൾ നല്ല രീതിയിലുള്ള ആ പോസിറ്റീവ് സെൽഫ് ഇമേജ് ആണ് ഞാൻ പറയുന്നത്. ചിലരുണ്ട് ഭയങ്കര ആരെയും ഞാൻ ഇതാക്കി കളയാം എന്നുള്ള ഒരു ഇത്, അത് പറ്റില്ല. സ്വയം കഴിവുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ആ കഴിവ് ഉപയോഗിച്ച് അത് നടത്തിയെടുക്കുകയും ചെയ്യലാണ് യഥാർത്ഥ കഴിവ്. സംശയിച്ച് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാണ്, പരാജയം. ആ സംശയം നമുക്ക് പാടില്ല. ബി കോൺഫിഡൻറ്റ്, ബി ബോൾഡ് ആൻഡ് അറ്റ് ദി സെയിം ടൈം ബി പോസിറ്റീവ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇത് രണ്ടാമതാണ് ഈ സെഷൻ എടുക്കുന്നത്. കുറച്ച് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആവർത്തന വിരസത വേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് അതൊരു പറയാം. അതായത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നടക്കുകയായിരുന്നു. അപ്പം ഒരു വലിയ നായ അവിടുന്ന് ഓടി വരുന്ന നല്ല സ്പീഡിൽ ഓടി വരുന്നു. അപ്പം ഞങ്ങൾ ഈ സംസാരത്തിനിടയ്ക്ക് ഈ നായ ഓടി വരുന്നത് കണ്ടില്ല. പെട്ടെന്നാണ് ഈ വേലിയൊക്കെ ചാടി ഇത് മുന്നിലേക്ക് എത്താനാവുന്നത്. അപ്പോഴ് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് രാജേഷ് എന്നാണ്. അയാള് തിരിഞ്ഞു നോക്കാൻ നേരെ നായനെ പിടിക്കാനാണ് എന്നുള്ള മട്ടിൽ നായൻ്റെ അടുത്തേക്ക് ഓടുക. അപ്പം ഇത് ഞാൻ വിചാരിച്ചു എന്താ അയാൾക്ക് പറ്റിയത്, പിന്നോട്ട് ഓടേണ്ടതിന് പകരം നായക്ക് മുന്നോട്ട് ഓടി നായ കടിക്കില്ല എന്നുള്ളതിലാണ് ഞാനാന്ന് വെച്ചാൽ ഒരു മരം പോലും കാണുന്നില്ല ചാടിക്കയറാൻ. ആകെപ്പെട്ട് ഇയാൾ നേരെ ഓടി. നായ ഭയങ്കര അത്ഭുതം, കുറച്ച് നായ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നായൻ്റെ ആ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ലാസ്റ്റ് പെട്ടെന്ന് നായ നിന്ന് തിരിച്ച് നായ ഓടി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല രാജേഷ് ഇതെന്താ ഇങ്ങനെ? രാജേഷ് പറഞ്ഞു, എനിക്ക് നായനെ നോക്കാൻ തന്നെ അറിയില്ല, ഒന്നും അറിയില്ല, നായനെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ നായ നമ്മളെ കടിക്കുന്ന ഉറപ്പാണ്. സൈക്കോളജിയാണ് അദ്ദേഹം, നായൻ്റെ സൈക്കോളജി അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നായ തിരിച്ചോടി, നമ്മൾ രക്ഷപ്പെട്ട് ജീവനും കൊണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമ്മളുടെ ഓരോ ആക്ഷനിലും ആ റിസൾട്ട് കറക്റ്റ് ആവും. അത് നമ്മൾ ഈ സംശയം കൂടി നമ്മൾക്ക് പാടില്ല. എപ്പോഴും വിജയിക്കൂ എന്നുള്ള സംശയം ഒഴിവാക്കി ആ തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ 100% നമ്മൾ വിന്നറായിരിക്കും. പിന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്, ഇതൊക്കെ തന്നെയാണ്. മാജിക് ഈസ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ മേക്ക് എനിത്തിങ് ഹാപ്പൻ. ഇത് ചിലരുണ്ട് ലോട്ടറിയുടെ ആൾക്കാർ, നാളെ ആവട്ടെ. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷനാണ് നമ്മൾ ഒരു പ്രശ്നം. ഒരിക്കലും നമ്മൾ നാളെ ലോട്ടറി കിട്ടൂല ഒന്നുമില്ല. പക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ നാളെ എന്തോ കിട്ടിപ്പോയി ഇതിങ്ങനെ തോന്നും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഓരോ കാര്യവും നോ പ്രോക്രാസ്റ്റിനേഷൻ. കേണൽ ഗോപാലൻ നായർ പറഞ്ഞാണ്, മാജിക് ഈസ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ മേക്ക് എനിത്തിങ് ഹാപ്പൻ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എവിടെ പോയാലും വന്നു കണ്ടു കീഴടക്കി.
അതൊരു സ്റ്റൈലാണ് ശരിക്കും. വെനി വിടി വിക്കി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നല്ല പെരുമാറ്റം, നല്ല സംസാരം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. അതുപോലെ തന്നെ ഈ ഓരോന്നും നമ്മൾ ഇന്നലത്തെ തീമുമായിട്ട് കണക്ട് ചെയ്യാൻ വെച്ചാൽ ലേണിംഗ് നിർബന്ധമാണ്. ഓരോ കാര്യങ്ങളും, പല കാര്യങ്ങളും നമുക്ക് നമ്മൾ അറിയാതെ പഠിക്കുന്നു. അതിപ്പോൾ മൈൻഡ് പ്ലസിലൂടെ ആണെങ്കിലും അങ്ങനെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് ഒന്ന് നീങ്ങാം.